വ്യത്യസ്തമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നാം ദൈവസന്നിധി ചിന്തിച്ച വചനം, നാം എല്ലാവരും ദൈവസന്നിധിയിലെ ഹല്ലേലൂയ ആദ്യജാതനാകുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്ത് നാം ദൈവത്തിന് ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ ദൈവത്തിന് വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. സ്വന്തം ജനമാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളിൽ സ്തുതി പറഞ്ഞാട്ട് ആരാധന ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്. മറ്റൊരു തരത്തിൽ നാം ഈ ദൈവത്തിന്റെ ഭാഗത്ത് വായിക്കുമ്പോൾ ദൈവമക്കൾക്ക് അനവധി പേരുകൾ, നാമങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകുന്നുണ്ട്. ചില ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചില പേരുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, എന്റെ ജനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജനം. നമ്മൾ ആരുടെ ജനമാണ്? ദൈവത്തിന്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, നമ്മൾ ദൈവത്തിന് പ്രത്യേക സമ്പത്താണ്. ദൈവത്തിന് നമ്മൾ പ്രത്യേകമായ സമ്പത്താണ്. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ജ്ഞാനവും വിവേകവുമുള്ള ജനമാണ്. പ്രൈസ് ദി ലോർഡ്. നാല് എന്ന് പറഞ്ഞാൽ അവകാശമായ ജനമാണ്, ദൈവത്തിന്റെ അവകാശപ്പെട്ട ജനമാണ്. അഞ്ച്, നമ്മൾ വായിച്ച വചനം വിശുദ്ധ ജനം. പ്രൈസ് ദി ലോർഡ്. ആറ് എന്ന് പറഞ്ഞത് ആ ഭാഗത്തിന് സ്വന്തം ജനം. ഏഴ് എന്ന് പറഞ്ഞാൽ പുരാതനമായി നാം ദൈവത്തിന്റെ ജനമാണ്. ഈ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ ദൈവവചനം വായിച്ച് പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ മെസ്സേജും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ വളരെ സമാധാനത്തിലുമായി വചനം സൃഷ്ടിക്കുന്നത്. പ്രൈസ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ ആരും ഒരു കൈത്താങ്ങലില്ലാതെ ഒരു സന്തോഷ വാക്ക് പറയാനില്ലാതെ ഏകനായിട്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലൂടെ പലവിധമായ ചിന്തകളും വിചാരങ്ങളും കടന്നു വന്ന് ഒറ്റപ്പെട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഓർത്ത് മനസ്സുകൊണ്ട് വളരെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് പറയും, എന്റെ മകനെ നീ ഭാരപ്പെടണ്ട, നീ എന്തിനാണ് ഏകാന്തതയിലൂടെ കടന്നു പോകുന്നേ, നീ പുരാതനമായിട്ട് എന്റെ ജനം അത് പറഞ്ഞു. ഒരു സന്തോഷം വന്നല്ലേ. അത് നിങ്ങൾക്കും അങ്ങനെയുള്ള സാഹചര്യം കടന്നു വരാൻ കേട്ടോ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളും അങ്ങനെ ചില ഏകാന്തതയുടെ നടുവിലൂടെ ഒറ്റപ്പെട്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവശബ്ദം കേൾക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അനവധി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് നമ്മളെ ഒരുപാട് ഭാരപ്പെടുത്തും, സങ്കടപ്പെടുത്തും. ഞാനത് പറയാൻ കാരണം എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ ഞാൻ വളരെ വേദനയോടെ കടന്നുപോയി. പക്ഷെ ദൈവം എന്നെ നിലനിർത്തി, ദൈവം എന്നെ കൈത്താങ്ങൽ നൽകി. കർത്താവ് എന്നോട് വളരെ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ ഞാനൊരു തീരുമാനമെടുത്ത്, എന്തിനാണ് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നത്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന് പിന്നത്തേത് ഞാൻ വലിയ ചിന്താഭാരത്തോടൊരു മാനസിക രോഗിയെ പോലെ ഞാൻ ആയിത്തീരേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞില്ലേ, നീ വിശുദ്ധ ജനമാ, സ്വന്തം ജനമാ. അപ്പൊ എന്നെ കാണുവാനും കേൾക്കുവാനും എനിക്ക് ആശ്രയിക്കുവാനും കരുതുവാനും ഒക്കെ ഒരാളുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങി കേട്ടോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, നിങ്ങളും അങ്ങനെ കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കാം, മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, ബന്ധുമിത്രാദികളൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾക്കൊരു കൈത്താങ്ങൽ തരുവാൻ, ആശ്വാസ വാക്ക് പറയുവാൻ ആരുമില്ലാതെ എല്ലാവരും നിങ്ങളെ മാറി നിന്ന് പരിഹസിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പരിഹാസത്തിന്റെ നിലയിൽ നീ ജീവിക്കാൻ പഠിക്കണം. രക്തം ചെയ്യും.
അങ്ങനെ നിങ്ങൾക്ക് നേരെ 1000 വിരലുകൾ ചൂണ്ടുമ്പോൾ, ആയിരക്കണക്കിന് കണ്ണുകൾ നിങ്ങൾക്ക് നേരെ വരുമ്പോൾ, പലരുടെയും വായിൽ നിന്ന് പല കമിറ്റ് വാക്കുകൾ വന്ന് നിങ്ങളുടെ ഹൃദയത്തെ കുത്തി നോവിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും രക്തക്ഷയം. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ തളരരുത്, നീ ഉറച്ചു നിൽക്കണം. പ്രൈസലോ. മകളെ, വേദപുസ്തകത്തെ യോബിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ലേലിയ. യോബ് 10 മക്കളുടെ പിതാവാണ്. സ്വന്തം ഭാര്യ, അല്ലേലി, ആടുമാട്, കന്നുകാലികൾ, ദാസിദാസന്മാർ, വളരെ സമ്പത്തുള്ളവനും വളരെ ദൈവഭക്തനും ഒക്കെ എന്നാണ് യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. യോബിന്റെ പുസ്തകം നിങ്ങൾ 1-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. പക്ഷേ യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാട്, കന്നുകാലികൾ, ദാസിദാസന്മാരെല്ലാം നഷ്ടപ്പെട്ട് അവസാനം യോബിന്റെ ഭാര്യയെ മാത്രം ശേഷിച്ചു. ഭാര്യ പോലും തന്നെ വെറുത്തു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ്, നീ പോയി ചാക, നിന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട, നിന്നെപ്പോലെ പുഴുവരിക്കുന്ന രോഗിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കില്ല, നിന്നെ ചികിത്സിക്കുവാൻ, നിന്നെ നോക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ വ്രണത്തിൽ കൂടെ ഞുളയ്ക്കുന്ന പുഴുവിനെ എടുത്ത് നിന്നെ മരുന്ന് വെച്ച് കെട്ടുവാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ പോയി മരിക്കുക എന്ന യോബിനോട് ഭാര്യ പോലും പറഞ്ഞത്. ആ മനുഷ്യന്റെ മനസ്സിലൂടെ എത്രമാത്രം വേദന കടന്നു വന്നു കാണും, എത്രമാത്രം ആ മനുഷ്യൻ സങ്കടപ്പെട്ട് കാണും. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ സങ്കടപ്പെട്ടത്? അതൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും. ഞാൻ ഒരു ചിന്ത പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഞാൻ അവളെ തീറ്റി പൂറ്റി വളർത്തി സംരക്ഷിച്ച് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ അവളെ ഞാൻ എൻ്റെ ജീവന് തുല്യമായി ചേർത്തു പിടിച്ചവളെ സ്നേഹിച്ചു. എനിക്കും അവൾക്കൂടെ ദൈവം 10 മക്കൾ തന്നു, ഒരുപാട് ദാസിദാസന്മാരെയൊക്കെ തന്നു. അതെല്ലാം ഒറ്റ നിമിഷം കണ്ട് മരിച്ച് അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഇത്രമാത്രം വെറുത്തല്ലോ, അവൾക്ക് ഇത്രയും സ്നേഹമേ എന്നോടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്ത യോബിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി കാണും. വളരെ ഏകാന്തതയിൽ അദ്ദേഹം പെട്ടു. നിരാശനായതുപോലെ യോബിനെ ചിലപ്പോൾ നമുക്ക് കാണാം. പക്ഷെ എങ്കിലും ആ ഭക്തൻ അവിടെ തളർന്നില്ല കേട്ടോ. സ്വതം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തോട് ചേർന്നിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കാൻ വേണ്ടി എന്നെ തെരഞ്ഞെടുത്തതാണ്. ഇന്ന് യോബിന്റെ മനസ്സിലൂടെ കടന്നുപോയ ആ ചിന്തകൾ തന്നെ ജീവിക്കാനുള്ള സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുവാൻ അദ്ദേഹത്തിന് വേണ്ടുന്ന ആമേനടിയ ശക്തി കിട്ടിയെന്നുള്ളതാണ്. അതേ സ്നേഹിത, യോബിന്റെ ഭാര്യ തള്ളിക്കളഞ്ഞതുപോലെ ഹല്ലേലൂയ നിങ്ങളെ തള്ളിക്കളയും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് രോഗിയായി മാറിയപ്പോൾ ഹല്ലേലൂയ അയാളുടെ ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് രോഗിയായ ഭർത്താവിനെ മക്കളെ ഏൽപ്പിച്ചിട്ട് മറ്റ് പുരുഷന്മാരോട് ഇറങ്ങി ഓടിയത് നമ്മൾ കണ്ടില്ലേ? അത്ര വേദനാജനകം. വേദനയോടെ ആ പിതാവ് ആ മക്കളോട് പറയുന്ന അവരുടെ ജീവിതത്തിന്റെ സാക്ഷി ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടവരല്ലേ? ഹല്ലേലൂയ. സ്വന്തം ഭർത്താവ് മരിച്ച ഉടനെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയ കാര്യങ്ങൾ കേട്ടില്ലേ? കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട്. ഹല്ലേലൂയ. സ്വന്തം മാതാപിതാക്കളെ ഇട്ടിട്ടൂടുന്ന അനവധി മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. അവിടെയാണ് നീ ജീവിക്കേണ്ടത്. അവിടെയാണ് ശ്രോതാവ് നീ ജീവിച്ച് കാണിക്കേണ്ടത്. നിന്നെ തളർത്തിക്കളയുന്ന അനവധി പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ തളർന്നു പോകാതെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ നീ ആശ്രയിച്ചുകൊണ്ട്, പഴയ നിയമ ഭക്തന്മാരെ ആശ്രയിച്ചുപോലെ പുതിയ നിയമ സഭയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളൊരു മാനസിക രോഗിയായി മാറാതെ, നിങ്ങൾ ഡിപ്രഷൻ രോഗം അടക്കമുള്ള പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ പോകാതെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് രക്തജയം നീ ഉറപ്പോടെ നിൽക്കണം. രക്തജയം. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ചില പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവിനോട് പറയാൻ, ചില കുടുംബങ്ങൾ വളരെ ഭാരത്തിലാണ്, കണ്ണുനീരിലാണ്, സങ്കടത്തിലാണ്. ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ സങ്കടപ്പെട്ട് കരയുന്ന ചിലരെ ദൈവാത്മാവ് വെളിപ്പെടുത്തുക. രക്തജയം. രാത്രിയും പകലും നിരാശയോടെ ഇരുന്ന് കരയുന്ന അനുഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിച്ചപ്പോൾ ആ വ്യക്തിയായിട്ട് പല പ്രാവശ്യം സംസാരിച്ചു. ഒരു സ്ത്രീയാണ്, കണ്ട മാന്യമായ നല്ലൊരു സഹോദരി, ലരിയ, ഒരു നല്ല ജോലിയൊക്കെ ഉണ്ട്, സ്തോത്രം, ന്യായമായി ജീവിക്കാനുള്ള എല്ലാ ഇതുണ്ട്, ഒരു നല്ല മകളുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭർത്താവിന് വേണ്ട.
അദ്ദേഹത്തിന്റെ ഭർത്താവ് ആ സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി. ഇപ്പോൾ ആ സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നേ. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ യൗവനത്തിലെ ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് രണ്ടാമത് കണ്ടുമുട്ടിയ ആ സ്ത്രീയോടൊപ്പം ജീവിക്കുക. എന്നിട്ട് എന്നോട് ആ സൗകര്യം പറഞ്ഞു, ഇപ്പൊ അവർക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞു. തന്റെ ആദ്യത്തെ ഭാര്യ ഇപ്പോഴും തന്റെ കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു. അല്ലേ? ഞാൻ അതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു ഭാവി തിരഞ്ഞെടുത്താൽ എന്താ? ആ സൗകര്യം വളരെ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ പാസ്സേ, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ ആലോചനയൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ ആരെങ്കിലും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, സ്നേഹം തരുവാൻ ആരെങ്കിലും വരണ്ടേ? എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു മകളുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ കുടുംബമായി ഒരിക്കൽ പോലും സന്തോഷം അനുഭവിച്ചിട്ടില്ല, സമാധാനം അനുഭവിച്ചിട്ടില്ല. എന്നും എനിക്ക് കണ്ണുനീരായിരുന്നു. ഓരോ ദിവസങ്ങളും എന്റെ കുറ്റങ്ങൾ പറഞ്ഞ്, എന്റെ വീട്ടുകാരുടെ കുറ്റങ്ങൾ പറഞ്ഞ്, എന്റെ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ച് ജീവിതത്തിൽ മുഴുവൻ നിരാശയോടെയാണ് ഞാൻ ജീവിച്ചത്. എനിക്കിനി അങ്ങനൊരു ജീവിതം വേണ്ട. എന്നെ സ്നേഹിപ്പാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനത് വളരെ ചിന്തിച്ചു, വളരെ ആ സൗകര്യം വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഒരു ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്കതല്ലേ കഴിയുള്ളൂ, അല്ലേ? അതെ, അങ്ങനെ കടന്നു പോകുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. സ്തോത്രം. അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, സാമ്പത്തികമായി പരാജയം വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, നീ രോഗിയായി മാറുമ്പോൾ നിന്നെ വെറുക്കുന്ന അനവധി ആളുകളുണ്ട്. നിന്നെ തഴഞ്ഞിട്ട് പോകുന്ന അനവധി ആളുകളുണ്ട്. അവിടെയാണ് യഹോവയായി ദൈവം പറയുന്നത്, നിന്റെ ദൈവമായി യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് നീ സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് എല്ലാവരും കൈവിടുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാൻ യേശുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, എല്ലാവരും കൈവിട്ട് കളയുമ്പോൾ, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുണ്ട്. ലേലി, നിനക്ക് പണമുള്ളപ്പോൾ, നിനക്ക് സമ്പത്തുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് സൗന്ദര്യമുള്ളപ്പോൾ, അനവധി ഫ്രണ്ട്, അനവധി സുഹൃത്തുക്കൾ, അനവധി ബന്ധുമിത്രാദികൾ നിന്നോടൊപ്പം കാണും. പക്ഷേ നീ ഒന്ന് കിടപ്പിലായി കഴിയുമ്പോൾ അന്ന് നിന്നോട് ചേർന്ന് നിന്നവരാരും കാണത്തില്ല. രക്തം ചെയ്യാം. എല്ലാവരും വന്ന് ഒരു നോക്കിയിട്ട് അവർ പോകുന്നവരായിരിക്കും. പക്ഷെ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ഒന്ന് ശുശ്രൂഷിപ്പാൻ ആരും കാണയില്ല കേട്ടോ. അവിടെയാണ് യേശുവിന്റെ സാന്നിധ്യം നീ അനുഭവിക്കേണ്ടത്. അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കേണ്ടത്. നിന്നെ എല്ലാവരും കൈവിട്ട് കളഞ്ഞാലും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും, ആർക്കും നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അല്ലെറിയ അവൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്നോട് ചേർന്നിരിക്കുവാൻ, നിന്നോട് പറ്റിയിരിക്കുവാൻ, നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ ദുഃഖത്തിന്റെ അനുഭവം, നിന്റെ സങ്കടവേളകളില്, നിന്റെ ശരീരം ജീർണിച്ചിരിക്കുന്ന അനുഭവത്തിൽ ആമൻ നിന്നെ സ്നേഹിപ്പം മാറോട് ചേർത്ത് പിടിക്കുവാൻ എന്റെ യേശു ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. അതേ മാതാവ്, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഏത് വിഷയത്തിൽ നിലവിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? ഏതാണ് നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ, നിന്നെ സങ്കടപ്പെടുത്തുന്നത്? അത് നീ എന്റെ തമ്പുരാന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് നിന്റെ കർത്താവോട് പറയുക, കർത്താവ്, എനിക്ക് സ്വയമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വളരെ ദുഃഖത്തിലാണ്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് മാത്രമേ എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഈ ഒറ്റപ്പെട്ട അനുഭവത്തിൽ എന്നെ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ എന്റെ സ്വന്തം മകനായി, മകളായി ചേർത്ത് പിടിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവ് എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് നീ പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ ദുഃഖങ്ങളെ മാറ്റി നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുവിന്റെ കരം നിനക്ക് അനുഭവിക്കാൻ കഴിയും. അത് യേശുവിന്റെ കരസ്പർശനം നീ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് യോബിനെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ കാല ജീവിതത്തിൽ അനവധി ഭക്തന്മാരുടെ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അവർ കടന്നുപോയ അനേക പാതകൾ, അനേക വഴികൾ മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. ഓരോ ദിവസവും വളരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയി. വളരെ ദാരിദ്ര്യം, വളരെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഭാരങ്ങൾ, അവർക്കൊരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഭാരപ്പെട്ട അനുഭവങ്ങൾ.
എത്രയെത്ര സംഭവങ്ങൾ. പക്ഷെ അവരെല്ലാം ദൈവത്തിൽ ഇരുന്ന് നിലവിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്ലേ, അവരുടെ കുഞ്ഞിന്റെ കണ്ണുനീർ അവർക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ആ കണ്ണുനീരൊക്കെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനേറെ പറയുന്നു, പിന്നെ ദൈവത്തിന്റെ മഹത്വം അവർ കാണുമ്പോൾ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. നിന്റെ ഭർത്താവ് മദ്യപാനി ആയതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്. നിന്റെ ഭർത്താവ് ഒരു മയക്കുമരുന്ന് അടിമയായതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഭാര്യ വഴിവിട്ട ജീവിതം നയിക്കുകയാണോ? നിന്റെ ഭാര്യ തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോവുകയാണോ? നീ പറഞ്ഞാൽ അനുസരിക്കാത്തവളാണോ? നീ ഭാരപ്പെടണ്ട. നിന്റെ വിഷയത്തെ നീ യേശുവിനെ ഏൽപ്പിക്കേ. നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാതെ അവർ മദ്യത്തെ മയക്കുമരുന്നിന് വെറുക്കുത്തുകൾക്ക് അകപ്പെട്ട് നടക്കുകയാണോ? നീ ഭാരപ്പെടേണ്ട മാതാവേ, പിതാവേ. നീ കർത്താവിനെ ഏൽപ്പിച്ച ദൈവത്തിൽ വന്നിരിക്കേ. ഹല്ലേലൂയ. അവരെ ദൈവത്തിന് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രക്തം ചെയ്യും. അരുമനാഥന്റെ കരം നിനക്ക് അനുഭവിപ്പാൻ കഴിയും. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിതെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ തകർന്ന ജീവിതത്തെ, നിന്റെ തകർന്നു പോയ കുടുംബത്തെ പണിതെടുത്ത് ദൈവം പുനഃ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരോ, ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ സ്നേഹിക്കുന്നു. അത് നിന്റെ യേശുവിന് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. നിന്റെ സങ്കടങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുവാൻ, നിന്റെ വേദനകൾ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുവാൻ, നിന്റെ ജീവിത സാഹചര്യങ്ങൾ പറയുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ നീ പറയുമ്പോൾ, അത് ഇരുന്ന് കേട്ട് നിനക്ക് മറുപടി തന്ന് സഹായിപ്പാൻ യേശുവിന്റെ കരത്തിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ച ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവമാണ്. രക്തം ചെയ്യും. കർത്താവിനോട് പറയാ, നീ എന്റെ വിശുദ്ധ ജനമാണ്, നീ എനിക്ക് സ്വന്തം ജനമാണ്, നിന്നെ ഞാൻ തള്ളിക്കളയയില്ല. രക്തം ചെയ്യും. എന്നോടൊപ്പം ചേർന്ന് പറയാമോ, ഞാൻ എന്റെ കർത്താവിന്റെ വിശുദ്ധ ജനമാണ്. എന്റെ കർത്താവിന് ഞാൻ സ്വന്തം ജനമാണ്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്ന് ദൈവനെ തെരഞ്ഞെടുത്തതാ. അത് എനിക്ക് നല്ലൊരു പിതാവുണ്ട്, എനിക്ക് നല്ലൊരു കർത്താവുണ്ട് എന്ന് നീ ഒന്ന് പറയാ. നിന്റെ ആദരങ്ങൾ തുറന്നാൽ ഹല്ലേലൂയ, നീ ഒന്ന് സ്വതന്ത്രമായി മാറും. ഇവിടെ ദൈവവചനം, കർത്താവ് നമ്മെ ദൈവജനമായി, കർത്താവിന്റെ പങ്കാളിയായി, ആത്മീയ ഇസ്രായേലായി, രക്ഷിക്കപ്പെട്ട ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ കർത്താവിന്റെ സ്വന്തം ജനമായി, കർത്താവിന്റെ പങ്കാളിയായി, ആത്മീയ ഇസ്രായേലിലായി, രക്ഷിക്കപ്പെട്ട ജനമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തിൽ അനവധി ആയിരക്കണക്കിന് ജാതികളും ജനങ്ങളും അല്ലെങ്കിൽ ദേശമെല്ലാം വിവിധ ഭാഷക്കാർ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തില്ലേ? രക്തം ചെയ്യും. 800 കോടിയിലധികം വരുന്ന ജനം, ഹല്ലേലൂയ, എണ്ണത്തിൽപ്പെടാത്തവർ, 7000 ചിലവാനും ഭാഷകൾ സംസാരിക്കുന്ന നമ്മുടെ ലോക രാജ്യങ്ങളിൽ വിവിധ ചിന്താഗതിക്കാർ, വിവിധ സംസ്കാരങ്ങൾ ഉള്ളവരും, വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പൂജകളും വിവിധ നിലയിലൂടെ അനുഷ്ഠിക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ, എന്റെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത സ്വന്തം ജനമായി, വിശുദ്ധ ജനമായി, കർത്താവിന്റെ പങ്കാളിയായി, ആത്മീയ ഇസ്രായേലിനായി, രക്ഷിക്കപ്പെട്ട ജനമായി നിന്നെ തെരഞ്ഞെടുത്തില്ലേ? പുതിയ നിയമസഭയിലും നീ മകനാണ്, മകളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ മകനാണ്, മകളാണ്. സഹോദരാ, നീ എന്തിനു ഭാരപ്പെടുന്നു? എന്തിന് നീ സങ്കടപ്പെടുന്നു? എന്തിന് നീ ഒറ്റയ്ക്കാണെന്ന് പറയുന്നു? നീ ഒറ്റയ്ക്കല്ല, യേശുവിനോട് കൂടെയുണ്ട്. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന സഹോദരാ, നീ ഒറ്റയ്ക്കല്ല, യേശുവിനോട് കൂടെയുണ്ട്. നിന്നോട് കൂടെ ഇരിക്കാവുന്ന, നിന്നോട് കൂടെ നടക്കാവുന്ന, മരണം വരെ ഞാൻ നിന്നെ സംരക്ഷിച്ചവളാവും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല, തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ പലരും നിന്നെ കൈവിട്ട് കളഞ്ഞില്ലേ, നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ? പക്ഷെ യേശു പറയുക, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയും ഉപേക്ഷിക്കുകയില്ലെന്ന. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നീ എന്റെ പങ്കാളി, എന്റെ ജീവിതത്തിൽ നീ എന്റെ പങ്കാളി, നീ എന്റെ തുണ. ഹല്ലേലൂയ. നീ എന്റെ മണവാട്ടിയാണ്, നീ എന്റെ മണവാട്ടി സഭയാണ്, നീ എനിക്ക് വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ കൈവിട്ട് കളയില്ലെന്ന് യേശു പറയുക. അത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന മാതാവേ, ജീവിതത്തിൽ നീ നിരാശയുടെ നടുവിലാണെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിനോട് നിന്റെ ഹൃദയം കൊടുക്ക. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് യേശു വന്ന് വസിപ്പാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നിന്റെ അല്ലലുകളെല്ലാം മാറ്റി,
നിന്റെ സങ്കടങ്ങളെല്ലാം മാറ്റി നിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് നിന്റെ കണ്ണുനീര് തുടച്ച് ഹല്ലേലൂയ, നീ ഇന്നുവരെ അനുഭവിക്കാത്ത സമാധാനവും സന്തോഷവും ഐശ്വര്യവും നന്മയും യേശു നിനക്ക് തരാൻ ആഗ്രഹിക്കുക. നീ പരാജയപ്പെട്ട് കിടക്കേണ്ടിയവനല്ല, പരാജയപ്പെട്ട് കിടക്കേണ്ടിയവളല്ല. നീ നിരാശപ്പെട്ട് കഴിയേണ്ടിയവനോ നിരാശപ്പെട്ട് കഴിയേണ്ടിയവളോ അല്ല. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഉയർച്ചകളെ തരാൻ ആഗ്രഹിക്കുക. നന്മകൾ കൊണ്ട് നിന്നെ നിറച്ച അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെ വരെ നീ കണ്ടിട്ടില്ലാത്ത, ഇന്ന് നിമിഷം വരെ കണ്ടിട്ടില്ലാത്ത ദൈവിക നന്മയുടെ പ്രവർത്തികളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ കർത്താവിന് വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്, ആത്മീയ ഇസ്രായേലിലാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പുരാതനമായി നീ ദൈവത്തിന്റെ ജനമാണ്. രക്തം ചെയ്യും. സന്തോഷിക്കണമെന്ന്, സന്തോഷിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന ഉപദേശവും ദൂതും ആലോചനകളും. ഹല്ലേലൂയ. കരയിപ്പിക്കുന്നവർ അനേകർ നിനക്ക് മുമ്പിൽ കാണും. കണ്ണുനീര് കുടിപ്പിക്കുവാൻ ഒരു കൂട്ടം ജനം കാണും. നിന്റെ കുറവുകൾ മാത്രം കണ്ടുപിടിച്ച് പറയുന്നവരുണ്ടായിരിക്കാം. അനുദിന ജീവിതത്തിൽ നിന്നെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ യേശു നിന്നെ സ്നേഹിക്കുന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന സഹോദര സഹോദരി. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ദൈവം സകല ജനങ്ങൾ, ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും അവന് സ്വന്തം ജനമായിരിക്കുന്നതിനെ തെരഞ്ഞെടുത്തു. തന്റെ നാമമഹത്വത്തിനായും തിരഞ്ഞെടുത്തു. തന്റെ ജനമെന്ന് അവകാശപ്പെടുന്നു. അതെ, കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓമന പേരാണ് ദൈവജനം എന്നുള്ളത്. സ്തോത്രം. ഊവയായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമം നിന്നിലൂടെ വെളിപ്പെടുത്തിയെടുക്കുവാൻ നിനക്ക് എന്റെ കർത്താവ് ഓമന പേരിട്ട് വിളിച്ചതാണ് ദൈവജനമെന്ന്, അല്ലെങ്കിൽ സ്വന്തം ജനമെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ അവകാശമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ അവകാശമാണ്. ഇവിടുന്ന് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവജനത്തിന്റെ ആദ്യത്തെ അനുഗ്രഹം കർത്താവിനെ അവകാശമാക്കലാണ്. കർത്താവിനുള്ള സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചത് അനുഭവിക്കുവാൻ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്വന്തമാക്കുക. അവ നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെല്ലാം നാം അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി, യഹോവയുടെ അംശം തന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശമാകുന്നു. ദൈവത്തിന്റെ അംശം ആരാണ്? അവന്റെ ജനമാണ്. യാക്കോബ് തന്റെ അവകാശമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന സഹോദര, നീ ദൈവത്തിന്റെ അംശമാണ്. ഹല്ലേലൂയ. യാക്കോബിനെ പോലെ നീ അവകാശിയ. ഹല്ലേലൂയ. ദൈവജനം. കർത്താവ് നിങ്ങളെ കാണുമ്പോൾ ശ്രേഷ്ഠതയുള്ളവരായി കാണുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ കാണുമ്പോൾ ശ്രേഷ്ഠതയുള്ളവനായി, സമാധാനമുള്ളവനായി ഹല്ലേലൂയ, നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുവാൻ യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. നീ വേദനിക്കപ്പെട്ടു പോകരുത്. നീ കണ്ണുനീർ തൂകുമ്പോൾ എന്റെ കർത്താവ് ദുഃഖിക്കുന്നു. നീ കണ്ണുനീർ തൂകുമ്പോൾ അത് കാണുന്ന ഒരു യേശു ഉണ്ട് നിനക്ക്. കാരണം നീ അവന്റെ വിശുദ്ധ ജനമാ, അവന്റെ സ്വന്തം ജനമാണ്. നീ കരയുവാൻ പാടില്ല. നീ കരയുന്നത് എന്റെ തമ്പുരാൻ ഇഷ്ടമില്ല. നീ കരയാതിരിക്കാൻ വേണ്ടിയാണ്, നീ ദുഃഖിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നീ സങ്കടപ്പെട്ട് ആകുലപ്പെട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നീ ഒരു നിരാശനൊരു മാനസികരോഗിയായും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ സകല വിഷയങ്ങളും ചെയ്യാം, നിന്റെ സകല ഭാരങ്ങളും നോമ്പരങ്ങളും എന്റെ കർത്താവ് ഏറ്റെടുത്ത് ഗെത്സമനെ തൊട്ട് ഗോൽഗോഥാ വരെ ഭാരമേറിയ ക്രൂശിൽ ചുമന്നുകൊണ്ട് നിനക്ക് വേണ്ടി ആ മല കയറിയത്, നിനക്ക് വേണ്ടി ചാട്ടവാറിന്റെ അടി വാങ്ങിയത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചത്, കൈകാലുകളിൽ കാര്യം ബാണിയാൽ തറയപ്പെട്ടത്,
അവന്റെ അവസാനത്തോടെ രക്തം വരത്തുന്ന അവന്റെ ജീവൻ നിനക്ക് തന്ന് നിന്നെ വീണ്ടെടുത്തത് നിന്റെ ഇപ്പോഴത്തെ ആ ഒറ്റപ്പെട്ട അനുഭവത്തെ മാറ്റാൻ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സങ്കടങ്ങളെ, നീ അനുഭവിക്കേണ്ട ഭാരങ്ങളെ മാറ്റിയിട്ട് നിനക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി ആ ഭാരം ഏറ്റെടുത്തത്. നീ വിശ്വസിക്കുന്നു? അതെ, നീ അങ്ങനെ വിശ്വസിച്ച് യേശുവിനെ എത്തിച്ചു കൊടുക്ക. ഈ ലോകം തരാത്ത ഒരു സമാധാനം യേശു നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ യേശു വലിയ ശ്രേഷ്ഠതയോടായി ഭാഗ്യവാന്മാരായി കാണുന്നു. മറ്റുള്ളവരോടൊന്നും അല്ലെങ്കിൽ സാമ്യമില്ലാത്ത ജനങ്ങളെ പോലെ നിന്നെ കാണുന്നു. ഈ ലോകത്തിലുള്ള, ഈ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ജനത്തോട് സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ദൈവ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തു. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ നിങ്ങൾക്ക് ലോകക്കാരുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവം ഇതാ തനിച്ചു പാർക്കും ജനജാതികളോടുകൂടെ എണ്ണപ്പെടുന്നതില്ലെന്ന് നമ്മൾ സ്വതം അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 23 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് നീ വളരെ ശ്രേഷ്ഠതയുള്ളവനാ കേട്ടോ. ലേവിയൻ വളരെ ശ്രേഷ്ഠതയുള്ളവളാണ് നീ. ഇപ്പോൾ നീ കടന്നു പോകുന്ന നാം സങ്കടകരമായ അനുഭവം മറ്റാരോടും പറയാതെ നീ വേദനിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളില്ലേ, നീ മാത്രം നിന്റെ ഹൃദയത്തിനകത്ത് അടക്കി വെച്ച് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ സഹോദര സഹോദരി. ഹല്ലേലൂയ. ആരോടും പറഞ്ഞില്ലെങ്കിലും അത് ദൈവം അറിയും. സ്തോത്രം. കർത്താവ് പറയുക, ഞാൻ നിനക്ക് ആശ്വാസദായകനായുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ സ്വന്തം ജനമായി എടുക്കുവാൻ വേണ്ടി, വിശുദ്ധ ജനമായി എടുക്കാൻ വേണ്ടി, ഈ ലോകത്തിലുള്ള ജനത്തോട് ആരോടും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും വേണ്ടി അടുക്കരുത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും സങ്കടപ്പെടുന്ന രോഗിയായി ദുഃഖത്തിന്റെ വേളയിൽ, സാമ്പത്തിക ഞെരുക്കത്തിൽ, കടബാധ്യതകളാൽ, വിവിധ തലങ്ങളിലുള്ള നിരാശകളെ കടന്നു പോകുന്ന എല്ലാവരോടും ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. രക്തം ചെയ്യാം. വിശ്വസിക്കുന്നുണ്ടോ? അതെ, കർത്താവ് നിനക്ക് ആശ്വാസദായകനായി നിന്നോട് കൂടെയുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങൾ നിന്നെ വിടിവിക്കുവാൻ യേശുവുണ്ട്. അവനിൽ നിന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ കരം പിടിച്ചുകൊണ്ട്, ഇസ്രായേലിനെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണ്, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവർ നിന്റെ സഹായത്തിനായി പരിചയം, നിന്റെ മഹിമയുള്ള വാളും, നിന്റെ നിന്റെ മഹിമയുള്ള നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടക്കൊള്ളുമെന്ന് ദൈവവചനം പറയുക. സ്തോത്രം. ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങളൊക്കെ തരിക. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ വചനം നിങ്ങളെ ഓർപ്പിക്കുക. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിനോട് സംസാരിക്കുന്ന ദൂതനോട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണ്, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു, നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടക്കൊള്ളും. ഹല്ലേലൂയ. അത് നിന്റെ വാഗ്ദത്തമാണ് കേട്ടോ. സ്തോത്രം. ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന നല്ലവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. ലോകം നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കും മകനെ, മകളെ. ലോകം നിന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നെ പരിഹസിക്കും. യേശു നിന്റെ കുറവുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിന്നെ സ്നേഹിക്കും. ലോകം നിന്നെ പരിഹസിക്കുമ്പോൾ, ലോകം നിന്നെ നോക്കി നിന്ദിക്കുമ്പോൾ, എന്റെ യേശു നിന്നെ ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ സ്നേഹിക്കും എന്റെ യേശു. അതെ, അമ്മയുടെ സ്നേഹം കിട്ടാതെ നീ നിരാശയിലാണോ? ആരുടെ സ്നേഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ എന്ന് നീ കുത്തുവാക്കുകൾ കേട്ട് ഹൃദയത്തിനകത്ത് നൊമ്പരപ്പെടുകയാണോ? രക്തം. നീ എത്രമാത്രം വീട്ടിൽ കിടന്ന് അധ്വാനിച്ച് ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റിയാലും, വീട്ടിലെ പണികളെല്ലാം നീ ചെയ്ത്, എന്തെല്ലാം ചെയ്താലും, ഭർത്താവിന്റെ ഇഷ്ടം മുഴുവൻ ചെയ്തു കൊടുത്താലും, മറ്റു മക്കളെ ഇഷ്ടം മുഴുവൻ ചെയ്തു കൊടുത്താലും, മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളെല്ലാം നീ ചെയ്തു കൊടുത്താലും, നീ നിരന്തരം കുത്തുവാക്കുകൾ കേട്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ അധ്വാനം മുഴുവൻ നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന്, തലമുറയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചിട്ടും ഇന്ന് നീ ഒരു സ്ഥാനവുമില്ലാതെ നീ പരിഹസിക്കപ്പെടുന്നവരാണോ?
മരണത്തിന് മുമ്പ് നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് കേട്ടോ. ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക. കർത്താവ് നിനക്കൊരു പോംവഴി കാണിച്ചു തരും. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾക്കൊരു മറുപടി തരും. കാരണം നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, ദൈവജനങ്ങളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന മുഖ്യമായ ഒരു കാര്യമുണ്ട്. ആദ്യമായി നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യമായി നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. 50-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്: എന്റെ ജനമേ കേൾക്കാൻ, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ യഹോവ, ഞാൻ നിന്റെ ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുവാൻ നിന്റെ കാതുകൾ തുറക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മനസ്സ് വെക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. 81-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിലേക്ക് ഒരു വീണ്ടും കാണുന്നുണ്ട്: എന്റെ ജനമേ കേൾക്കാൻ, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലെ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ 50-ാം സങ്കീർത്തനം 7-ാം വാക്യവും ഹല്ലേലൂയ 81-ാം സങ്കീർത്തനം 8-ാം വാക്യോട് ചേർത്ത് വായിച്ചാട്ട്, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അത് ഇന്ന് പകൽ എന്നോട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവ് പറയാൻ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അത് നീ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ മനസ്സ് വെച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയകൾ മുഴുവൻ നീക്കിത്തരുവാൻ യേശുവിന് കഴിയും. എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീ ഒറ്റപ്പെട്ടോ, അവിടെ നിന്നെ മാനിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വാ. അതുകൊണ്ട് നിങ്ങൾ ദൈവ വചനം കേൾക്കുവാൻ നിങ്ങൾ ശ്രദ്ധ വെക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. അതെ, നിങ്ങളെ ദൈവത്തിന് സ്വന്തം ജനമാക്കിയെടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അവൻ തന്റെ വചനങ്ങളെ നിങ്ങളുടെ വായിലാക്കി തന്റെ കൈയുടെ നിഴലിൽ, യഹോവയായ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകളുടെ നിഴലിൽ നിന്നെ മറച്ചു പിടിച്ചിരിക്കുക. നിന്നെ അപഹരിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ ജനമാണ്. നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. അത് ഇന്ന് പകരം നിന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശുവിന് വേണ്ടി എത്തിച്ചു കൊടുക്ക. ഹല്ലേലൂയ. നിലയില്ല കയത്തിൽ കിടന്ന് മുങ്ങിത്താഴുന്ന നിന്റെ ജീവിതത്തെ യേശുവാ കാണുന്നത് കേട്ടോ. നിന്റെ കുടുംബത്തിനകത്തെ കണുനീര് കാണുന്നത് യേശുവാ. നീ ഇന്നലകളിൽ കരഞ്ഞ് 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 സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് മതി എന്ന് പറഞ്ഞ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, യേശു ആ വിഷയത്തിന് പരിഹാരം തരുവാൻ ആഗ്രഹിക്കും. രക്തചയം വിശ്വസിക്കാൻ കഴിയുമോ? ദൈവവചനം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റിയെടുക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റിയെടുക്കുവാൻ എന്റെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. രക്തചയം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, അപ്പൊ ഒന്നാമതായി നിന്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി കൊടുക്കണം. രണ്ടാമതായി ദൈവജനമായിരിക്കുന്നവരെ, ഹല്ലേലൂയ, ദൈവജനമായിരിക്കുന്നവരുടെ അടുക്കലും, ഹല്ലേലൂയ, കർത്താവ് വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനമായി നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വസിക്കുമ്പോൾ, അവന്റെ വിശുദ്ധ ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറുമ്പോൾ നിങ്ങൾ കർത്താവ് വിശുദ്ധി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവ് വിശുദ്ധി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് 1 പത്രോസ് ലേഖനം 1-15 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുമെന്നോട് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കാൻ എന്ന് എഴുതിയിരിക്കുന്നു. അതെ, നിങ്ങൾ സ്വന്തം ജനമായിരിക്കുമ്പോൾ, വിശുദ്ധ ജനമായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ വിശുദ്ധി ആഗ്രഹിക്കുന്നു. പ്രൈസ്.
ഒരു വാക്കുകൊണ്ട് പോലും നിന്റെ ജീവിതത്തെ അശുദ്ധമാക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നോട്ടം കൊണ്ട് പോലും നിന്റെ ജീവിതത്തെ നീ മലിനപ്പെടുത്തരുത്. Praise the Lord. നമ്മൾ അശുദ്ധനായി മാറാൻ വലുതായിട്ടൊന്നും ചെയ്യണ്ട. ചിലർക്ക് ചിന്തിക്കുന്ന അശുദ്ധനായി മാറുവാൻ വലിയ പാപം ചെയ്യണമെന്നാണ്. വലിയ പാപമൊന്നും ചെയ്യണ്ട. നിന്റെ ഒരു വാക്കുമറി നീ അശുദ്ധനായി മാറാൻ, നിന്റെ ഒരു നോട്ടം മതി നീ അശുദ്ധനായി മാറാൻ. അതുകൊണ്ടാണ് നിന്റെ ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നോട്ടം കൊണ്ട് പോലും നീ അശുദ്ധനായി മാറരുത്. വിശുദ്ധനായി നിൽക്കണം, വിശുദ്ധിയുള്ളവളായി നിൽക്കണം. രക്തം ചെയ്യും. കർത്താവ് നിങ്ങളിൽ നിന്ന് വളരെ വിശുദ്ധി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവരെ വിശുദ്ധ ജനമെന്നും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രക്ഷിക്കപ്പെട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്ന സകല ജനത്തെയും ഹല്ലേലൂയ ദൈവം സ്നേഹിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് അശ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്നും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. രക്തം ചെയ്യും. നിന്റെ ജീവിതത്തിന്റെ നിരാശയുടെ വേളകളിൽ, നിന്റെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ വേളകളിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ, നീ സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ, സാമ്പത്തികമായി നീ പിന്നോക്കം പോയപ്പോൾ, ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ നിനക്ക് സ്വന്തമായി തരണം ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ രക്തം ചെയ്യും നിന്നെ വലം കൈ പിടിച്ച് മുന്നോട്ട് നയിച്ചത് യേശുവാ. രക്തം ചെയ്യും. യേശു നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, യേശു നിന്നോടൊപ്പം നടന്നത് കൊണ്ടാണ് ഇന്ന് ദൈവം നിന്നെ ഇത്രത്തോളം മാനിച്ചതും അനുഗ്രഹിച്ചതും. ഹല്ലേലൂയ. ഇന്ന് പകൽ ജീവിതത്തിന്റെ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവെ, പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് നീ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. അവന് സ്വന്തമായിരിക്കേണ്ടതിന്, സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഭൂതലത്തിലുള്ള സകല ജാതികൾ നിന്നെ തെരഞ്ഞെടുത്തതാണ്. രക്തം ചെയ്യും. നീ പുരാതനമേ അവന്റെ ജനമാണ്. രക്തം ചെയ്യും. ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുക. മൂന്നാമതായി, അപ്പൊ ഒന്നാമതായി എന്താണ്? നിങ്ങൾ വചനം കേൾക്കണം. രണ്ടാമതായി, അവൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. മൂന്നാമതായി, ദൈവജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ നമസ്കരിക്കും, ദൈവത്തെ ആരാധിക്കുന്നവരും ആയിരിക്കണം. ദൈവജനം ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ നമസ്കരിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, കൂട്ടായ്മയായി പങ്കുള്ളവരായിരിക്കണം. അവൻ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കണം. അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. ലോകത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ കർത്താവ് വിശുദ്ധിയോടെ ജീവിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, വചനം പറയുകയാണ്, അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയുമെന്ന് സക്കറിയാവിന്റെ പുസ്തകം 13-ാമത്തെ 9-ാമത്തെ വാക്യം വായിച്ചവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവിന്റെ ജനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, യേശു കർത്താവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരുടേതല്ല. ഈ ലോകത്തിലുള്ള 800 കോടി ജനത്തിന്റെ പിതാവാണ്, രക്ഷകനാണ്, സൃഷ്ടമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം ജനത്തിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത വിശുദ്ധ ജനമായി, സ്വന്തം ജനമായി ഈ ഭൂമിയിലാക്കി വെച്ചിട്ട് പറയുക, ഈ ലോകക്കാരോട് നീ അനുരൂപരായി മാറരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതെ, ഇന്ന് പകരം യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, യേശു നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഭവനം, നിന്റെ കുടുംബം, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുവാൻ നീ തയ്യാറാകും. ഹല്ലേലൂയ. അവൻ നിന്റെ ഭവനത്തിൽ വസിക്കട്ടെ, അവൻ നിന്റെ കുടുംബത്തിൽ വസിക്കട്ടെ, അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. നിന്റെ തലമുറയിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യ, നിന്റെ മക്കളിൽ, നിന്റെ മാതാപിതാക്കളിൽ ദൈവം വസിക്കുവാൻ വേണ്ടി നിന്റെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്താൽ,
ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിൽ വസിച്ച് നിന്നെ തെരഞ്ഞെടുത്ത് വിശുദ്ധ ജനമായി സ്വന്തം ജനമാക്കി തീർക്കും. പിന്നെ നീ കഷ്ടം സഹിക്കേണ്ടി വരത്തില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ 42 സങ്കീർത്തനത്തിന്റെ 21 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. അതെ, കർത്താവിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം, കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജനം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. വായിച്ച വചനത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം ആവർത്തന പുസ്തകം 7-6 വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. രക്തം ചെയ്യും. അതെ, യേശു നിന്നെ തെരഞ്ഞെടുത്ത് കേട്ടോ. ലോകമല്ല നിന്നെ തെരഞ്ഞെടുത്തത്, ലോകക്കാരല്ല നിന്നെ തെരഞ്ഞെടുത്തത്, ഇവിടെ ഭരണ സംവിധാനങ്ങളോ ഇവിടുത്തെ മതങ്ങളോ അല്ല തെരഞ്ഞെടുത്തത്. നിന്നെ തെരഞ്ഞെടുത്തത് യേശുവാ. അല്ലേ? ആ തെരഞ്ഞെടുപ്പിന് ആമയിലുള്ള വില ക്രൂശിലെ അവന്റെ യാഗമാണ്. അല്ലേരി, അവന്റെ അവസാനത്തുള്ളി രക്തം വരത്തമ്മ നിന്നെ സ്നേഹിച്ച് ലോകത്ത് നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ വിശുദ്ധ ജനമായി സ്വന്തം ജനമാക്കി തീർത്ത് ഈ ഭൂമി നിന്റെ ജീവിത കാലം എത്രയോ അത്രയും കാലം നിന്നെ ക്ഷേമത്തോടെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആരെങ്കിലും വരെ തയ്യാറാകുന്നെങ്കിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനോടൊപ്പം ചെന്നിങ്ങനെ പറയാം, യേശുവേ അങ്ങനെ ജീവിതത്തിലേക്ക് വരണമേ. ഇതുവരെ ഞാൻ ലോകജനത്തെ പോലെ ജീവിച്ചു, ഇവിടുത്തെ എല്ലാ പാപങ്ങളും ജീവിച്ചു. എന്നാൽ അങ്ങ് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി തന്ന ആ യാഗം, എനിക്ക് വേണ്ടി മരിച്ച ആ അനുഭവം, അങ്ങയുടെ അവസാനത്തോടെ രക്തം വരെ തന്ന ജീവിതം തന്നെ വീണ്ടെടുത്ത ആ അനുഭവത്തെ മനസ്സിലാക്കി ഞാൻ അങ്ങയുടെ സ്വന്തം ജനമായിരിക്കുവാൻ, അങ്ങയുടെ വിശുദ്ധ ജനമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു അങ്ങന്റെ രക്ഷിതാവായ എന്റെ ഹൃദയത്തിൽ വന്ന്, എന്റെ പിതാവായ എന്റെ ജീവിതത്തിൽ വന്ന് എന്റെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി അങ്ങയുടെ മകനായി മകളായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിൽ ചെറിയൊരു വലിയുടെയും കുടിലോട്ട് ആദ്യവരെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പ്രസിഡന്റ്, ഗവർണർ, രാജ്യമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആംബെ ഭാരതത്തിന്റെ കർത്താവ് അതിർത്തികൾ കാവൽച്ച BSF, സിയാഫ്, കരസേന, വ്യോമസേന, നാവികസേന, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ഞങ്ങളുടെ പോലീസിന്റെ വിവിധ സെക്ഷൻ, പോലീസുകാരുടെ വിവിധ വകുപ്പുകളെയും ജുഡീഷ്യറിന്റെ വിവിധ ഭാഗങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രാപകലില്ലാതെ ജനത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പോലീസ് അധികാരികളെ ദൈവം സൂക്ഷിക്കണം. ജുഡീഷ്യറി ദൈവം സൂക്ഷിക്കേണ്ടതിനായി കരയിലും കടലിലും ആകാശമാർഗം യാത്ര ചെയ്യുന്നതിൽ വാമിയ കർത്താവിൽ യാത്ര ചെയ്യുന്നവർ, ഓടിക്കുന്നവർ, നിർമ്മിതാക്കൾ, വാഹനത്തോട് അനുബന്ധമായ എല്ലാ മോട്ടോർ രംഗത്ത്, മെക്കാനിക് രംഗത്തായിരിക്കുന്ന, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കരികളിൽ ജോലി ചെയ്യുന്നവർ, കമ്പനികളിലും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ, ആമിക്കടലോര വാസികൾ, തീരദേശവാസികൾ, സമയം മത്സ്യബന്ധനെ കടന്നു വെച്ച് ബന്ധമായ എല്ലാ വ്യാപാരികളെ, വ്യവസായികളും, വഴിയോര കച്ചവടക്കാരെ, സഹകരണ മേഖലയിലും, പൊതുമേഖലയിലും, ക്ഷീരമേഖലയിലും, കാർഷിക മേഖലയിലും, സാമ്പത്തിക മേഖലയിലും, അതുപോലെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലയിലും, കൺസ്ട്രക്ഷൻ രംഗത്തും യൂണിയൻ രംഗത്തുമായിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവിൽ മത, സാമൂഹ്യ, സംസ്കാര, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഭരണപ്രദേശ പാർട്ടികളിൽ എല്ലാ ജനത്തെയും, വിദേശ രാജ്യങ്ങളിൽ മണനാടി കഷ്ടം സഹിക്കുന്ന വേദന അനുഭവിക്കുന്ന, സാലറി കിട്ടാതെ, ജോലിയില്ലാതെ, വിസയുടെ കാലാവധി കഴിഞ്ഞ് വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, മലയാളിക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ വീട്ടിലേക്ക് കടന്നു കഴിയാതെ ഭാരപ്പെടുന്ന, വിദേശ രാജ്യങ്ങളിൽ കുടുംബജോലിക്ക് കടന്നുപോയി വളരെ പീഡകൾ അനുഭവിക്കേണ്ട സൗരന്മാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വിടുതലും ആശ്വാസം കൊടുത്ത് കർത്താവേ, അവർ ലോകത്തെ വിട്ട് ദൈവത്തിന് വേണ്ടി സ്വന്തം ജനമായി വിശുദ്ധ ജനമായി തീരുവാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണുകൾ തുറക്കണമേ. രോഗികളായി കിടക്കുന്നവർ, മദ്യത്തിനും മയക്കുവിനും പരസ്പര അടിമകളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മരണാസിലായിരിക്കുന്നു, വാർദ്ധക്യ സഹജമാശങ്ങളെ ഭാരപ്പെടുന്ന, ആക്സിഡന്റിൽ തളർന്നു കിടക്കുന്നവരെ, ജന്മന വൈകല്യമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ച് ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ആനുവൃത്തിനും അശന യാചകർ, ഓർഫനേജിലും ഓൾഡേജ് തലമുറയിലായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിച്ച് ജോലിയില്ലാതെ ഭാരപ്പ് പരിവർത്തനത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയ സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് കാലുകുത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട തലമുറകളെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവരുടെ ആഗ്രഹ പ്രശ്നങ്ങൾ ദൈവം മറുപടി ചെയ്യണേ. രോഗികളായി കിടക്കുന്നവരെ ഓർക്കുകയാണ്. ഒരു വിടുതൽ കൊടുക്കുന്ന കർത്താവേ, ഇന്ന് ജനത്തൊരു ആശ്വാസമായി മാറും. അവിടെ ജനത്തെ വിശുദ്ധ ജനമായി സ്വന്തം ജനമായി തെരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മാറി സമാധാനത്തോടെ ജീവിക്കാൻ ജനത്തെ ഒരുക്കണമേ.
കർത്താവ് ഈ ഭൂമിയുടെ എത്രത്തോളം കർത്താവിന്റെ പേരെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ കഷ്ടതയുടെ പീഡയിലൂടെ കടന്നു പോകുന്നവരുടെ തലമുറകൾ സുവിശേഷ മുഖാന്തരം വിവിധ ചേരികളിൽ വേദന അനുഭവിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു മോചനം വിടുതൽ കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.